ഹലോ ഗൈസ്, എല്ലാവർക്കും മിനി കൂപ്പർ SR56 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ ഒരു മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ 2007 മുതൽ 2013 വരെ മിനി കൂപ്പറിൻ്റെ തന്നെ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന ഒരു മോഡലാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ബോഡി ക്യാരക്ടേഴ്സ്, അതേപോലെ തന്നെ ബോഡി ഡിസൈൻ, മൊത്തത്തിലുള്ള ആ ഒരു ഡിസൈൻ എന്നൊക്കെ പറയുമ്പം എനിക്ക് മിനി കൂപ്പറിൻ്റെ ആ ഒരു ജനറേഷനിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മിനി കൂപ്പറിൻ്റെ തന്നെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡലുകളെ F57 എന്ന് പറയുന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അതിന് മുമ്പുള്ള ഒരു 2013 ശേഷം വന്നിട്ടുള്ള മോഡലുകളാണ് F56 എന്ന ഒരു മോഡലുകളൊക്കെ. അപ്പോൾ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വണ്ടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുമ്പോൾ തന്നെ വളരെ കുഞ്ഞു വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോഴത്തെ ആ ഒരു മിനി കൂപ്പറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂപ്പർ എസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വീൽ ബേസ് ആണെങ്കിലും, അതേപോലെ തന്നെ ഇൻറ്റീരിയറിലുള്ള സ്പേസ് ആണെങ്കിലും, ബൂട്ട് സ്പേസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഹൈറ്റ് ആണെങ്കിലും, ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ കാറുകളെ അല്ലെങ്കിൽ മിനി കൂപ്പറിനെ ഒക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോർട്ടൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള രീതിയിലാണ് ഇതിലുള്ളത്. നമ്മൾ കാണുമ്പോൾ തന്നെ കുറച്ചും കൂടെ വളരെ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് തന്നെയാണ് മിനി കൂപ്പർ പഴയ ആ ഒരു കാലം തൊട്ടേ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇപ്പോഴത്തെ ആ ഒരു വണ്ടികളെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളൊരു മോഡലാണിത്. അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ നേരെ താഴെ ഭാഗത്തായിട്ട് ഒരു ഇൻഡിക്കേറ്റർ ലാമ്പ്, പിന്നെ ആ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പിൻ്റെ യൂണിറ്റ്, ഹെഡ്ലൈറ്റ് വാഷ് ചെയ്യാനുള്ള ഒരു ക്രോം ഫിനിഷിംഗിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗം കൂടി കാണാം. സൈഡിലായിട്ട് പിയാനോ ബ്ലാക്കിലുള്ള ഒരു റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ബമ്പറിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് എയർ ഡാമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇന്നത്തെ മിനി കൂപ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവാണ്. പിന്നെ സെൻട്രലായിട്ട് നമ്മളെ ആ ഒരു മെയിൻ റേഡിയേറ്ററിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കാണാം. താഴെ ഭാഗത്തായിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ആ ഒരു സ്പ്ലിറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ പമ്പറിൻ്റെ ആ ഭാഗത്തുള്ള ഡിസൈനൊക്കെ വളരെ ഓരോ കട്ടിങ് ഇട്ടിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട് ഗ്രില്ലിലോട്ട് 2 വൈറ്റ് സ്റ്റിക്കർ കൊടുത്തായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ ആ വുഡിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഒരു സ്കൂപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് മിനി കൂപ്പറിൻ്റെ എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാം. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഗ്രില്ലിൻ്റെ ഭാഗത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ മിനി കൂപ്പർ എസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഡിഫറൻസ് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. ഈ ഒരു ഇതിൻ്റെ ലുക്കാണ് പേഴ്സണലി ഇന്നത്തെ ആ ഒരു മിനി കൂപ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ആ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് കണ്ട അതേപോലെ തന്നെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഫ്രണ്ടിൻ്റെ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ S എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു റെഡ് കളറിലുള്ള ബാഡ്ജിങ് വിത്ത് പിയാനോ ബ്ലാക്കിൻ്റെ ആ ഒരു ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു യൂണിറ്റും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ട് മഡ്ഗാർഡിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് കട്ടിങ് വന്നിട്ടുള്ള ആ ഡിസൈനും കാര്യങ്ങൾ കാണാം. ടയറിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ അലോയ് വീൽസ് ആണ് ടയറിൽ യൂസ് ചെയ്തിട്ട്. പിന്നെ ടയർ സൈസിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 215, 45, R17 എന്നുള്ള രീതിയിലാണ് ടയർ സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അലോയ് വീലിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തുള്ള ഡിസൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ തന്നെയാണ്. മിററിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാം. അതൊക്കെ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മിററിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നല്ലൊരു വിസിബിലിറ്റി ഉള്ള മിററും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. കെർവായിട്ട് വരുന്ന ആ ഒരു ബോഡി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പില്ലറിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിൽ പിയാനോ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ വൈറ്റ് കളറിലാണ് മുകളിലെ റൂഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സെൻട്രലായിട്ട് നമ്മളെ സൺ റൂഫും കാര്യങ്ങളൊക്കെ കാണാം. ബാക്കിൽ സൺ റൂഫ് എന്ന് പറയുന്നത് ഓപ്പണബിൾ അല്ല. പിന്നെ അതേപോലെ തന്നെ ആ ഒരു വൈറ്റ് കളർ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബ്ലൂവിനായിട്ട് മാച്ച് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്നത്തെ ഒരുപാട് വണ്ടിയിൽ വന്നിട്ടുള്ള ആ ഒരു ഡോർ ഹാൻഡിലിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യാനുള്ള കീ ഇടാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ഓപ്പണബിൾ അല്ലാത്ത ഗ്ലാസും കാര്യങ്ങളൊക്കെ കാണാം. താഴെ ഭാഗത്തോട്ടായിട്ട് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ലൈന് പോലെ വരുന്ന ആ ഒരു മഡ്ഗാർഡിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളും കാണാം. താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോക്ക് സ്കേർട്ടിങ് പോലത്തെ സംഭവം എന്നൊക്കെ കാണാം. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കണ്ട അതേപോലെ തന്നെ അലോയ് വീൽസ്, അതേപോലെ ടയറിൻ്റെ ഭാഗമൊക്കെ കാണാം. അവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ബാക്കത്തെ ആ ഒരു പില്ലറിൻ്റെ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാലും പിയാനോ ബ്ലാക്കിലാണ് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നേരെ ബാക്കിലായിട്ട് നമുക്കൊരു സ്പോയിലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബോഡി ആയിട്ട് നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്തിട്ട് നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. അത് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ളതാണ്, സ്റ്റോക്ക് അല്ല. എന്നാലും നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മിനി കൂപ്പറിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു R56 ബാക്കിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് F56 അല്ലെങ്കിൽ F57 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അട്രാക്റ്റീവായ ഒരു ചെറിയ ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇവിടെ കൂപ്പർ S എന്ന് എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാം. സെൻട്രലായിട്ട് പിയാനോ ബ്ലാക്കിലുള്ള ഒരു ബോർഡിൻ്റെ നേരെ മുകളിലുള്ള പീസും കാര്യങ്ങൾ കാണാം. അതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മൾ മിനിൻ്റെ എംബ്ലം കാര്യങ്ങളൊക്കെ കാണാം. ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഡീഫോഗർ യൂണിറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക് ലൈറ്റ് ഗ്ലാസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ലുക്കിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഇന്നത്തെ മിനി കൂപ്പറായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ചെറുതായിട്ടുള്ള ഒരു കാറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബമ്പറിൻ്റെ നേരെ താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് കളറുള്ള ഗ്രില്ലിൻ്റെ പോലത്തെ ആ ഒരു ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ എക്സോസ്റ്റിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. എക്സോസ്റ്റ് സൗണ്ട് ഞാൻ എന്തായാലും കേൾപ്പിച്ചിരുന്നുണ്ട്. പിന്നെ സെൻസറിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ബാക്കിലായിട്ട് കൊടുത്തേ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സൈഡിലും വന്നിട്ടുള്ളത്. പിന്നെ ആകെ എക്സ്ട്രാ ഉള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ റീഫിൽ ചെയ്യാനുള്ള ക്യാപ്പും കാര്യങ്ങളും ഈ ഒരു സൈഡിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്തേ കാണാം. അതൊക്കെ നല്ല രീതിയിൽ ഈ ഒരു ബ്ലൂ കളറായിട്ട് മാച്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലുള്ള ഒരു വൈറ്റ് റൂഫും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലൂ ആയിട്ട് നല്ല രീതിയിൽ മാച്ച് ആവുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും ഞാൻ നേരത്തെ അപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിൻ ബേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നോക്കാം. അത് തന്നെ നമ്മൾ ഈ ഒരു എഞ്ചിൻ ബേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഫില്ല് ചെയ്ത് നിൽക്കുന്ന ആ ഒരു എഞ്ചിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ കാണാം. എഞ്ചിൻ്റെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.6 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് N18 പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. N18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള ഒരു N14 എഞ്ചിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ വാനോ സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഡബിൾ വാനോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇൻടേക്കും എക്സോസ്റ്റിൻ്റെയും ആ ഒരു അറേഞ്ച്മെൻറ്റ് വേരിയേഷൻ വരുത്താനുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചും കൂടെ പവറിൻ്റെ ഭാഗത്തോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പവർ വരുന്നത് 5500 RPM 184 bhp ആണ്. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് വരുന്നത് 5000 RPM 240 ന്യൂട്ടൺ മീറ്റർ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൂട്ട് സ്പേസ് എന്ന് പറയാൻ മാത്രമുള്ള സ്പേസും കാര്യങ്ങളൊന്നുമില്ല. വളരെ ചെറിയൊരു ബൂട്ട് സ്പേസ് മാത്രമേ ഇതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടുള്ളൂ. കാരണം അത്രയും ചെറിയൊരു വണ്ടിയാണിത്. അപ്പോൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ നിൽക്കണ്ട. ഇതിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ വണ്ടിയായിട്ടുള്ള ആ ലുക്ക് തന്നെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് സീറ്റും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ലഗേജ് സ്പേസ് കൂട്ടാനൊക്കെ പറ്റും. ആ ഒരു ഫോൾഡ് ചെയ്യാനുള്ള ആ ഒരു ലിവറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടീൻ്റെ അകത്ത് കയറിയിട്ട് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രൈവർ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർ ഡോറിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഒരു ഫ്രെയിംലെസ് ഡോറാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ആ ഒരു ഫ്രെയിംലെസ് ഡോറിൻ്റെ ഭാഗത്തോട്ടൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനെ ഞാൻ ഡ്രൈവർ സീറ്റിലോട്ട് കയറി ഇരുന്നിട്ട് പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ആ ഡോർ പാനലിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് ഒരു ക്രോം ഫിനിഷിങ്ങിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു യു ഷേപ്പിലുള്ള ആ അലൂമിനിയം ഫിനിഷിങ്ങിലുള്ള ഒരു ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ചെറിയൊരു സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മിറർ ഫോൾഡിങ് അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ആ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ അവിടെയാണ് വന്നിട്ടുള്ളത്. താഴെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാം. ഏറ്റവും താഴെ ഒരു സ്പീക്കറും കൂടെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ക്ലോസ് ചെയ്യാനുള്ള ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഒരു സ്റ്റീലിൻ്റെ പോലത്തെ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ മുകളിലായിട്ട് മിനി കൂപ്പർ എസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ എസ് എന്നുള്ളത് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. മിനി കൂപ്പർ എന്നുള്ളത് അത്ര പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ളതല്ല. പിന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മാനുവൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ലിവറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കാനുള്ള ഒരു ലിവറും കാര്യങ്ങളും ആ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ആക്സിലേറ്ററിൻ്റെ പെഡലും അതേപോലെ തന്നെ ആ ഒരു ബ്രേക്കിൻ്റെ ആ ഒരു പെഡലും കാര്യങ്ങളൊക്കെ കാണാം. ഒരു സ്റ്റീലിൻ്റെ ആ ഒരു മിക്സ്ഡ് കളറും കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് വന്നിട്ടുള്ളത്. പിന്നെ അകത്തോട്ട് കയറിയിരിക്കുന്ന സമയത്ത് ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്ന് മുന്നോട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു മീറ്ററിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. മീറ്റർ പാർട്ട്ലി ഇവിടെയും അതേപോലെ തന്നെ കുറച്ച് അപ്പുറത്തുമായിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കീ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആ ഒരു മിനി കൂപ്പറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വളരെ സ്ലിം ആയിട്ടുള്ള ഒരു കീ ആണ്. അതേപോലെ തന്നെ ആ ഒരു കീൻ്റെ ഒരു സെറ്റപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോർ അൺലോക്ക് ചെയ്യാനും ബൂട്ട് ഓപ്പൺ ചെയ്യാനും അങ്ങനത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളും മാത്രമേ ആ ഒരു കീയിലുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കീ ഇടാനുള്ള ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ മിനി കൂപ്പറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയല്ല വരുന്നത്. ആ സെൻറ്ററിലുള്ള ഭാഗത്താണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ലിവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ആ റൗണ്ട് ഷേപ്പിലുള്ള ആ AC വെൻസും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു ക്രോം ഫിനിഷിങ്ങിലുള്ള ഭാഗങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. മിനി എന്ന് എഴുതിയിട്ടുള്ള സെൻറ്ററിലുള്ള ബാഡ്ജിങ്ങും അതിന് ചുറ്റുമുള്ള ആ ഒരു റിങ്ങും കാര്യങ്ങളൊക്കെ ക്രോം ഫിനിഷിങ്ങുള്ള ഭാഗങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു കാറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ വോയിസ് കമാൻഡ് അതേപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ യൂസ് ചെയ്തിട്ടുള്ള ലെതറും കാര്യങ്ങളൊക്കെ നല്ലൊരു പ്രീമിയം ലെതറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മീറ്ററിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പാർട്ടാണ്. സെൻട്രലായിട്ടൊരു മീറ്ററും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരെ മുന്നിലായിട്ട് RPM മീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. RPM മീറ്ററിൻ്റെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ടാക്കോമീറ്ററാണ്. അനലോഗ് ടാക്കോമീറ്ററാണ്. അതുപോലെ തന്നെ മറ്റുള്ള വാണിങ്സ് ABSൻ്റെ ഒക്കെ വാണിങ്സും കാര്യങ്ങളൊക്കെ കാണാം. ഗിയറിൻ്റെ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സും ഓഡോമീറ്റർ അതുപോലെ തന്നെ ട്രിപ്പ് മീറ്റർ പിന്നെ എത്ര റേഞ്ച് ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ ചെറിയ വാണിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു കൺസോളിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു മീറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ AC വെൻസും അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ നല്ല രീതിയിൽ മാച്ചിങ് ആണ് ഈ ഒരു കാറിൻ്റെ ഇൻറ്റീരിയറുമായിട്ട്. സെൻട്രലായിട്ട് നമ്മളെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മളെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വണ്ടിൻ്റെ സകല വാണിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെയാണ് കാണിക്കുന്നത്. അതിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ട് എഞ്ചിൻ വാണിംഗ് ലൈറ്റ്,
ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെ ഭാഗത്തായിട്ടാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. CD മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ നേരെ താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തേ കാണാം. അവിടെ AC-ൻ്റെ ആ ഒരു ഭാഗങ്ങളാണ് ആ ഒരു ഭാഗത്തുള്ളത്. AC-ൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു സെൻട്രലായിട്ട് ഇതേപോലത്തെ ലിവറുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ ലോക്കിങ്ങിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ആ ഒരു സെൻട്രലായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ള ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല അട്രാക്റ്റീവാണ്. അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മളെ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഗിയർ സെലക്ടറിൻ്റെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് ഓവറായിട്ടുള്ള അലങ്കാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിളായിട്ടുള്ള ഗിയർ സെലക്ടറാണ്. അതിൻ്റെ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് ചെറിയ ഒരു നോബും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് നമ്മൾ ആ ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അതിൻ്റെ നേരെ താഴെ ഭാഗത്തായിട്ട് മെക്കാനിക്കൽ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാം. അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ടിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ നേരെ മുന്നിലായിട്ട് നമ്മൾ സിഗരറ്റ് ലൈറ്ററും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നേരെ മുന്നിലായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പോർട്ട് മോഡും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ പറ്റും. അത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ സീറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന സീറ്റാണ്. സീറ്റിൻ്റെ ലെതറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലെതറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ഡിസൈനും പാറ്റേണും കാര്യങ്ങളൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പാസഞ്ചറിൻ്റെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം. അത് പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലോ ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണും. ഗ്ലോ ബോക്സിൻ്റെ ആ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സിൻ്റെ ആ ഒരു സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെയാണ് ഈ ഒരു കാറിൽ വന്നിട്ടുള്ളത്. ഇപ്പുറത്തെ 2 AC വെൻസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ പില്ലറിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ചെറിയ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പുറത്തും ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തരാൻ മറന്നതാണ്. അപ്പോൾ 2 സൈഡിലും ആ ഒരു ചെറിയ സ്പീക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് ആ ഒരു ഫ്രണ്ടിലോട്ടൊക്കെ നോക്കുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം സ്പോർട്ടി ആയിട്ടുള്ളൊരു ലുക്കാണ് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ആ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തായാലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻട്രലായിട്ട് റൂഫിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളെ ഒരു റിയർ മിററും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ മുകളിലായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ലിവേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് റീഡിംഗ് ലാമ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓൺ ആക്കാനുള്ള ലിവറും കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാം. അതുപോലെ തന്നെ ഡോർ ലൈറ്റിൻ്റെയും മറ്റുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ആ ഡോർ ലൈറ്റിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ആ ഒരു സെൻട്രൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു റൂഫിൻ്റെ ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. മുകളിലോട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു മാരകമായിട്ടുള്ള ഒരു വ്യൂ ആണ് ആ റൂഫിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത്. റൂഫ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു സെൻട്രലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മാരകമായ ഒരു ഡിസൈൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു റൂഫിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ട് വരെ നോക്കുന്ന സമയത്ത് മാരകമായ ഒരു ലുക്ക് തന്നെയാണ്. ആ ഒരു മുകളിലോട്ടൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു വ്യൂ ഈ ഒരു റൂഫിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു സൺഷീൽഡും കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാം. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെൻട്രലായിട്ട് നമ്മളെ വാനിറ്റി മിറർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല യൂസബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ സൈഡിലായിട്ട് വേറൊരു എക്സ്ട്രാ ഒരു സൺഷീൽഡും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു യൂസബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ പാസഞ്ചറിൻ്റെ ആ ഒരു ഭാഗത്തും വാനിറ്റി മിററോട് കൂടി വന്നിട്ടുള്ള ആ ഒരു സൺഷീൽഡും കാര്യങ്ങളൊക്കെ കാണാം. ഫ്രണ്ടിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് ബാക്ക് സീറ്റിൽ കയറി ഇരുന്നിട്ട് സംസാരിക്കാം. അപ്പം ബാക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ബാക്കിൽ ആർക്കൊക്കെ ഇരിക്കാമെന്ന് നോക്കാം. അത്യാവശ്യം തടിയൊക്കെ ഉള്ള ആൾക്കാർ ബാക്കിലോട്ട് കയറാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് ബാക്കിൽ ഇരിക്കാനായിട്ട്. ബാക്കിൽ ഇരിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഫ്രണ്ടിലെ 2 സീറ്റിലും ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് സാധാരണ നോർമൽ കാറുകളൊക്കെ വരുന്ന രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എയർ ബാഗ് എന്ന ഇതിലൊരു ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ അപ്പുറത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് സീറ്റാണ്. സൈഡിലായിട്ടാണ് ആ ഇൻക്ലൈൻ ചെയ്യാനുള്ള ഒരു ലിവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അകത്തോട്ട് എങ്ങനെ കയറുക എന്നുള്ളത് ഞാൻ ബാക്കിൽ ഇരുന്നിട്ട് എന്തായാലും കാണിച്ചു തരാം. അതിനു മുമ്പ് ബാക്കിലോട്ട് സീറ്റ് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ഒന്നുമല്ല. വേണമെങ്കിൽ 2 ആൾക്ക് കയറി ഇരുന്ന് പോവാം. കുറച്ച് ബുദ്ധിമുട്ടാണ് ബാക്കിലിരിക്കാനായിട്ട്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബാക്കത്തെ സീറ്റിൽ കയറി ഇരിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷേ ഈ ഒരു സീറ്റ് കുറേ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിലോട്ട് വരാനുള്ളതാണ്. അപ്പുറത്തെ സീറ്റ് പോലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല റിസ്ക്കാണ് ഇവിടെ ഇരിക്കാനായിട്ട്. ഈ ഒരു ലിവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സീറ്റ് അങ്ങോട്ട് ചരിക്കുന്നതും ബാക്കിലോട്ട് കയറുന്നതും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് കണ്ട ആ ഒരു യു ഷേപ്പിലുള്ള അലൂമിനിയത്തിൻ്റെ ആ ഒരു ഡിസൈനിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പുറത്തെ പീസിൽ വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു സ്പീക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഒരു വിൻഡോൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഉള്ള ആ ഒരു വിൻഡോ കാര്യങ്ങളൊക്കെയാണ്. പുറത്തോട്ട് നമുക്ക് നല്ലപോലെ കാണാം. ബാക്കിലുള്ള റൂഫും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്തും നല്ലൊരു കംഫർട്ടബിൾ ആയ രീതിയിലാണ് അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അവിടെ ഒരു കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സീറ്റിലോട്ട് വന്നു കഴിഞ്ഞാലും ഇപ്പുറത്ത് കണ്ട അതേപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു സൈഡിലായിട്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ കാണാം. അതേപോലെ തന്നെ വിൻഡോസും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള
സീറ്റാണ് ബാക്കിലും വന്നിട്ടുള്ളത്. ആകെക്കൂടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇരുത്തമാണ്. ഒരുപാട് ഫാറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇരിക്കാമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഫ്രണ്ടിൽ വേണമെങ്കിൽ രണ്ടാൾക്ക് അത്യാവശ്യം സൈസുള്ള ആൾക്കാർക്ക് ഇരിക്കാം, ബാക്കിൽ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഇരുന്ന് പോകാനൊക്കെ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു വണ്ടീൻ്റെ ഒരു ഡിസൈനിന് മോശമാക്കുന്ന രീതിയിൽ സീറ്റിൻ്റെ ആ ഒരു സ്പേസും കാര്യങ്ങളൊന്നും എന്തായാലും വരുത്താൻ പറ്റില്ല. ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് മുകളിലോട്ട് നോക്കുന്നതിനെക്കാട്ടി നല്ലൊരു മാരകമായിട്ടുള്ള ഒരു വ്യൂ ആണ് ബാക്കിൽ നിന്ന് ഇരുന്ന് നോക്കുന്ന സമയത്ത്. പിന്നെ ഈ ഒരു വണ്ടീൻ്റെ എക്സോസ്റ്റ് നോട്ടിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാരകമായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. എന്തായാലും ജസ്റ്റ് ആ ഒരു എക്സോസ്റ്റ് നോട്ട് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.